നമുക്കറിയാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളുണ്ട്. അപ്പം അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പോൾ ഇത് ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തുള്ളത് നോക്കി പറയാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഏകദേശം 1608 ബ്രിട്ടീഷേഴ്സ് ട്രേഡേഴ്സായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അന്ന് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫോമിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ആകെ ട്രേഡ് ചെയ്യാനുള്ള ആ ഒരു അനുമതി കിട്ടിയായിരുന്നു അവരുടെ ക്യൂൻ എലിസബത്തിൻ്റെ കയ്യിൽ നിന്ന്. അത് 1600. പിന്നെ ഏകദേശം 1765 ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം അവർക്ക് എന്ത് പറ്റി? ദിവാനി റൈറ്റ് കിട്ടി. അതെന്ന് വെച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ ഈ റീജിയൻസിൽ ഇവർക്ക് റവന്യൂ കളക്ട് ചെയ്യാനും അതേപോലെ സിവിൽ ജസ്റ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ലീഗലായിട്ടുള്ള സിവിൽ കേസസ് നോക്കാനും ഉള്ള അധികാരം നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേനും 1858 മറ്റേ സിപ്പായി മ്യൂട്ടണിക്ക് ശേഷമാണ് നമ്മുടെ ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് റൂള് ക്രൗണിൻ്റെ കയ്യിലേക്ക് പോകുന്നത്. ഓക്കെ. അതിനുശേഷം പിന്നെ നമുക്കറിയാം ഓഗസ്റ്റ് 15, 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഫോം ചെയ്തായിരുന്നു 1946. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു January 26, 1950. ഓക്കെ. അപ്പം ഇതൊരു ബേസിക് ഫാക്റ്റാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ഫേസായിട്ടാണ് നമ്മൾ ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ കാലഘട്ടം പറയുന്നത്. ഒന്ന് ഈ കമ്പനി ഭരിച്ചിരുന്ന സമയവും പിന്നെ ക്രൗണ്ട് സമയവും. അപ്പോൾ കമ്പനി ഭരിച്ചിരുന്ന 1773 മുതൽ 1858 ആ ഒരു ടൈം. ക്രൗൺ റൂൾ 1858 മുതൽ 1947. ഓക്കെ. അപ്പം ഈ കമ്പനി റൂളിൻ്റെ സമയത്ത് കുറച്ച് ആക്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പം ഈ ഒരു ആക്റ്റിൽ വന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യമായിട്ട് ഇവർ എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ എന്നുവെച്ചാൽ ബേസിക്കലി ഈ കമ്പനി റൂൾ എന്ന് ഉദ്ദേശിച്ചത് ഇതിനു മുന്നേ കമ്പനി ഭരണം ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു. 1765 സമയത്താണ് അവർക്കൊരു കുറച്ചുകൂടെ റൈറ്റ്സ് അവരായിട്ട് നേടിയെടുക്കുന്നത്. അതല്ലാതെ കുറച്ച് മേജർ ഈവൻറ്റ്സ് നടന്നെയാണ് ഈ 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്റ്റിൽ എന്തൊക്കെയാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ക്രൗണിന് മനസ്സിലായി അവരെ എന്നുവെച്ചാൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടാൻ പറ്റത്തില്ല. അപ്പം കുറച്ച് റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് കൊണ്ടുവന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുക്കുന്നത് കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്നിട്ട് നമ്മുടെ കമ്പനിയുടെ പൊളിറ്റിക്കലും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഫംഗ്ഷൻ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരമാണ്. പിന്നെ ഇന്ത്യയിൽ ഒരു സെൻട്രലായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അടിത്തറ അതും ഈ ഒരു ആക്റ്റാണ്. ഓക്കെ. ഇനി ഈ ആക്റ്റിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കാം. എന്നുവെച്ചാൽ അതിന് മുന്നേ ഗവർണേഴ്സ് ഉണ്ടായിരുന്നു ഓരോ പ്രൊവിൻസിലും. അപ്പം ആ സമയം ഈ ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാളിനെ നമ്മൾ അയാളുടെ ആ ഒരു സ്ഥാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി. അതേപോലെ പുള്ളിയുടെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കൊണ്ടുവന്നു. അതിൽ 4 മെമ്പേഴ്സാണ് പുള്ളിയെ അസിസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് വന്നത് ലോർഡ് വാരൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ. എന്നിട്ട് പറഞ്ഞല്ലോ വേറെയും പ്രൊവിൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോംബെയിലെയും മദ്രാസിലെയും ഗവർണേഴ്സിനെ പുള്ളിയുടെ സബോർഡിനേറ്റ് ആയിട്ട് വെച്ചു. ഓക്കെ. ഈ ആക്ട് വഴിയാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് എവിടുത്തെ കൽക്കട്ടയിൽ വരുന്നത്. എന്നുവെച്ചാൽ സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞൊരു കോടതി കൊണ്ടുവരുന്നു. അത് കൽക്കട്ടയിലായിരുന്നു 1774. ഓക്കെ. അതിൽ ഒരു മെയിൻ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അതേപോലെ 3 ജഡ്ജസും ഉണ്ട്. എലീസ ഇൻഫെ എന്ന് പറഞ്ഞ ആളാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നത്. പിന്നെ അതേപോലെ ഈ ആക്ട് പ്രകാരം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു തരത്തിലുള്ള പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടാൻ പാടില്ല. അതും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ ആൾക്കാരുടെ നിന്ന് ബ്രൈബ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യരുത്. പിന്നെ അതേപോലെ നമ്മുടെ കമ്പനിക്കൊരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ കമ്പനിയുടെ ഗവേണിംഗ് ബോഡി. അപ്പം ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റവന്യൂ, സിവിൽ, മിലിറ്ററി അഫയേഴ്സിൻ്റെ എല്ലാ രേഖകളും എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊണ്ടുപോയി ഏൽപ്പിക്കണം. മനസ്സിലായോ? പക്ഷേ ഈ റിപ്പോർട്ട്സൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കയ്യിൽ സബ്മിറ്റ് ചെയ്യണം. എന്തിൻ്റെയൊക്കെ കാര്യം? റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ്. ആരാണ് ചെയ്യേണ്ടത്? നമ്മുടെ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ആക്ട് തന്നെയാണിത്. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ചാൽ അമെൻഡിങ് ആക്ട് ഓഫ് 1781. ഇത് കൊണ്ടുവന്ന് വെച്ചാൽ നേരത്തെ കൊണ്ടുവന്ന റെഗുലേറ്റിംഗ് ആക്റ്റിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ വേറെ പേരാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്.
ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ സുപ്രീം കോർട്ട് കൊണ്ടുവന്നില്ലേ, അപ്പം ഈ സുപ്രീം കോർട്ടിൻ്റെ ജുറിസ്ഡിക്ഷനിൽ ഗവർണർ ജനറലിനെയും പുള്ളിക്കാരൻ്റെ കൗൺസിലിനെയൊക്കെ അതിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതേപോലെ സുപ്രീം കോർട്ടിൻ്റെ ജുറിസ്ഡിക്ഷനിൽ നിന്ന് കമ്പനിയുടെ സെർവൻസിനെയും എക്സെംപ്റ്റ് ചെയ്തു. ഓക്കെ, എന്ന് വെച്ചാൽ കമ്പനിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, അതേപോലെ ബ്രിട്ടീഷുകാരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ റവന്യൂ കളക്ഷനും സുപ്രീം കോർട്ടിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി. പിന്നെ ഈ കൽക്കട്ട റീജിയണിൽ ഫുൾ സുപ്രീം കോർട്ടിൻ്റെ കീഴിൽ വരും എന്നും ആക്കി. പിന്നെ ഹിന്ദുസ് എല്ലാവരും ഹിന്ദു ലോയുടെ പ്രകാരമായിരിക്കും അവർക്കുള്ള ജഡ്ജ്മെൻറ്റ്സ് സുപ്രീം കോർട്ട് പറയുക. അതേപോലെ നമ്മുടെ മുസ്ലിംസിനെ മുഹമ്മദിയൻ ലോയുടെ അണ്ടറിലാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൊവിൻഷ്യൽ കോടതി ഉണ്ടല്ലോ, ഈ കോടതിയിൽ നിന്നുള്ള അപ്പീലുകളെല്ലാം വരുന്നത് എങ്ങോട്ടേക്കാണ്? ഗവർണർ ജനറൽ ഇൻ കൗൺസിലിൻ്റെ അടുത്തേക്കാണ്, അല്ലാതെ സുപ്രീം കോർട്ടിലേക്കല്ല. ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഗവർണർ ജനറലിന് നമ്മുടെ ഈ പ്രൊവിൻഷ്യൽ കോർട്ട്സ്, കൗൺസിൽസ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു അധികാരവും കൊടുത്തു. ഇനി അടുത്ത ലോ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പവർ ഗവൺമെൻറ്റിന് കിട്ടണം എന്ന രീതിക്കാണ് കൊണ്ടുവരുന്നത്. ആദ്യം നമുക്ക് ഇത് വായിക്കാം. നോക്കുക, 2 റീസൺസ് ആണ്. ഒന്ന്, കമ്പനിയുടെ ടെറിട്ടറി ഉണ്ടല്ലോ, അതിനെ ആദ്യമായിട്ട് ബ്രിട്ടീഷ് പൊസഷൻ എന്ന് വിളിച്ചു. ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, പിന്നെ അതേപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നമ്മുടെ കമ്പനിയുടെ അഫയേഴ്സിൽ ഒരു സുപ്രീം കൺട്രോൾ കൊടുക്കുന്നതാണ് ഈ ആക്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ പവർ കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ആക്ട്. ഏതാ? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇതിൽ മെയിൻലി വരുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കമ്പനിയുടെ ഒരു ഫങ്ഷനിങ് ഉണ്ടല്ലോ, അതിനെ 2ആയിട്ട് തിരിച്ചു ബേസിക്കലി. എന്ന് വെച്ചാൽ ഒന്ന് കൊമേഴ്ഷ്യലും ഒന്ന് പൊളിറ്റിക്കൽ ഫങ്ഷനും ആക്കി. ഇനി നോക്കിക്കേ, ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരായിരുന്നു എന്തൊക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ടത്, റവന്യൂ, സിവിൽ, മിലിറ്ററി അഫയേഴ്സിൻ്റെ ഒക്കെ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇത് 1773 ആക്ട് പ്രകാരമായിരുന്നു. ഇപ്പം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ജസ്റ്റ് കൊമേഴ്ഷ്യൽ അഫയേഴ്സിലേക്ക് മാത്രം ചുരുക്കി, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് പുതിയൊരു ബോർഡ് ഓഫ് കൺട്രോളിനെ ഉണ്ടാക്കി. അവരെന്താ ചെയ്യേണ്ടത്? അവർ പൊളിറ്റിക്കൽ അഫയേഴ്സും മാനേജ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം വരുന്നത്. എന്തൊക്കെ ഉണ്ടാക്കിയ ഓൾറെഡി ഉണ്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അവർ കൊമേഴ്ഷ്യൽ, CC എന്ന് ഓർത്താൽ മതി. ബോർഡ് ഓഫ് കൺട്രോള് എന്താണ്? പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കണം. എന്നിട്ട് ഈ ബോർഡ് ഓഫ് കൺട്രോളാണ് ഇനി മുതൽ സിവിലും മിലിറ്ററി ഓപ്പറേഷൻസൊക്കെ നോക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? നേരത്തെ നമുക്കറിയാം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ആ ഒരു ബോഡി സിവിലും മിലിറ്ററിയും റവന്യൂ എല്ലാം നോക്കും. ഇത് പക്ഷേ ഇപ്പോൾ സ്പ്ലിറ്റാക്കി അങ്ങനെ ഒരു ഡബിൾ ഗവൺമെൻറ് വന്നു, മറക്കരുത്. അപ്പോൾ ഡബിൾ ഗവൺമെൻറ് വരുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഓക്കെ, ഇത്രയാണ് അതിലുള്ളത്. അത് കഴിഞ്ഞൊരു ചെറിയ ആക്ട് വരുന്നുണ്ട്, ആക്ട് ഓഫ് 1786. അപ്പോൾ ആ സമയത്ത് ലോർഡ് കോൺവാലിസ് ആണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ, എന്നിട്ട് പുള്ളി ഈ പോസ്റ്റിലേക്ക് വരണമെങ്കിൽ 2 ഡിമാൻഡ്സ് പുള്ളിയുടെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പുള്ളിയുടെ കൗൺസിലിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് ആ ഒരു ഡിസിഷനെ ഓവർ റൈഡ് ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കണം. ഓക്കെ, പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ പുള്ളിയെ ആയിരിക്കണം കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിലേക്ക് വരേണ്ടത്. എന്നുവെച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരിക്കണം കമാൻഡർ ഇൻ ചീഫും. ഓക്കെ, ഇനി അടുത്താണ് ചാർട്ടർ ആക്ട്. ഇപ്പോൾ ചാർട്ടർ ആക്ട് എന്ന പേരിൽ ഇനി കുറച്ച് ആക്ട്സ് വരും മുന്നിലോട്ട്. അപ്പോൾ ആദ്യത്തെ ചാർട്ടർ ആക്റ്റാണ് 1793. ഓക്കെ, ഇതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലോർഡ് കോൺവാലിസ് കുറച്ച് ഡിമാൻഡ്സ് വെച്ചായിരുന്നു, പുള്ളിക്ക് കുറച്ച് പവേഴ്സ് ബാക്കിയുള്ള കൗൺസിലിനെക്കാട്ടിൽ വേണമെന്ന്. അപ്പോൾ ആ ഒരു ഓവർ റൈഡിങ് പവർ പുള്ളിക്കും അതേപോലെ ഇനി വരുന്ന ഗവർണർ ജനറൽസിനും പിന്നെ അതേപോലെ ബാക്കി പ്രസിഡൻസിയിലെ ഗവർണേഴ്സിനും കാണും. അത് ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ആ ഒരു കൗൺസിലിൽ ഇപ്പം 4 പേരാണെങ്കിൽ ആ കൗൺസിൽ ഒരു തീരുമാനം എടുത്താൽ അതിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ഡിസിഷൻ മുന്നിലേക്ക് വെക്കാനുള്ളൊരു പവർ ആർക്കുണ്ട്? ഈ ഗവർണർ ജനറൽസിനുണ്ട്, അതേപോലെ ഗവർണേഴ്സിനുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മുടെ ഈ ഗവർണർ ജനറൽമാർക്ക് എന്നുവെച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ബാക്കിയുള്ള പ്രസിഡൻസിയെക്കാട്ടിൽ പവർ ഉണ്ടെന്ന് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതാണ്ടേ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഗവൺമെൻറ് എന്നുവെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഈ കമ്പനിയുടെ റൂള് നിർത്താൻ താല്പര്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവർ നോക്കിക്കേ ഒരു 20 വർഷത്തെ ഒരു കാലാവധി പറയുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ കമ്പനിക്ക് മോണോപ്പൊളി, ട്രേഡിലൊരു മോണോപ്പൊളി അടുത്തൊരു 20 ഇയേഴ്സിലേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ഈ ആക്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അടുത്തതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ഉണ്ടല്ലോ, പുള്ളിക്കാരനെ അങ്ങനെ എന്നിട്ട് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ഉണ്ടല്ലോ, പുള്ളിക്കാരനെ സ്പെസിഫിക് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം ഈ ഒരു കൗൺസിലിലെ മെമ്പറായിട്ട്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോളിലെ മെമ്പേഴ്സിനെ അതേപോലെ സ്റ്റാഫിനൊക്കെ നമ്മുടെ ഇന്ത്യൻ റവന്യൂവിൽ നിന്നായിരിക്കണം ശമ്പളം കൊടുക്കേണ്ടത്. ഇത് ഇത്രയാണ് നമ്മുടെ ചാർട്ടർ ആക്ട് ഓഫ് 1793 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്താണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. അപ്പം ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, കുറച്ചുകൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കാതെ എന്നുവെച്ചാൽ നോക്ക്, നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ കമ്പനിക്ക് ഒരു 20 വർഷം കഴിഞ്ഞ ആ ചാർട്ടർ ആക്ട് പ്രകാരം 1793 മുതൽ ഒരു 20 ഇയേഴ്സ് അവർക്കൊരു ട്രേഡ് മോണോപ്പൊളി ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ആ ഒരു ട്രേഡ് മോണോപ്പൊളി അബോളിഷ് ചെയ്യുക എന്ന് വെച്ചാൽ ഇനി ഇന്ത്യയുടെ മാർക്കറ്റ് ബാക്കിയുള്ള ബ്രിട്ടീഷ് കമ്പനികൾക്കും തുറന്നു കൊടുക്കും ഈ ഒരു ആക്ട് പ്രകാരം. അതേപോലെ തന്നെ പക്ഷെ കുറച്ച് എക്സെപ്ഷൻസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചൈനയിലേക്കുള്ള ട്രേഡ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ പറ്റൂ. അതേപോലെ ടീയുടെ ട്രേഡും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കേ പറ്റത്തുള്ളൂ. അത് വേറെ കമ്പനീസിനൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ ബാക്കിയെല്ലാം വേറെ ബ്രിട്ടീഷ് കമ്പനികൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കിക്കോ, കമ്പനിയുടെ ടെറിട്ടറി ഉണ്ടല്ലോ, ഈ ഒരു ടെറിട്ടറിയുടെ അധികാരം ആർക്കാണ്? ബ്രിട്ടീഷ് ക്രൗണിനാണ് എന്ന് അസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിലേക്ക് വന്നോളാനുള്ള ഒരു പെർമിഷനും ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാ? ആൾക്കാരിലേക്ക് നോളജ് പകരാൻ, എൻലൈറ്റനിങ് ദി പീപ്പിൾ. ഓക്കെ, പിന്നെ അതേപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ആ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷ് ടെറിട്ടറിയിലുള്ള എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ടെറിട്ടറിയിലുള്ള ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ ഒരു ആക്റ്റിൽ. പിന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സിന് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ളൊരു അധികാരവും കൊടുക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് വേണമെങ്കിൽ ആൾക്കാരെ പണിഷ് ചെയ്യാം ഇഫ് അവർ ടാക്സ് അടച്ചില്ലെങ്കിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആക്റ്റിൽ 1813 നോക്കിക്കോ പറയുന്നത്. ഇനി അടുത്താണ് ചാർട്ടർ ആക്ട് ഓഫ് 1833. ഓക്കെ, അപ്പം ഇതൊരു ഫൈനൽ സ്റ്റെപ്പാണ് സെൻട്രലൈസേഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണെന്ന് പറയാം. നേരത്തെ നമ്മൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നില്ലേ, ഇപ്പോൾ ആ ഒരു പോസ്റ്റിനെ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. ഓക്കെ, എന്നിട്ട് പുള്ളിയുടെ കീഴിലാണ് എല്ലാ സിവിലും മിലിറ്ററി പവേഴ്സും വരുന്നത്. അന്നത്തെ ആ സമയം നമ്മുടെ വില്യം ബെന്തിക്കാണ്, അപ്പോൾ പുള്ളിയാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നോക്ക്, സെൻട്രലൈസേഷനാണ് ഈ ഒരു ആക്ട്. അപ്പം മനസ്സിലാക്കണം, ബാക്കിയുള്ള ഗവർണേഴ്സിൻ്റെ ആ ഒരു പവേഴ്സൊക്കെ കുറയും. ഓക്കെ, അപ്പം നോക്ക്, ഗവർണർ ഓഫ് ബോംബെക്കും അതേപോലെ മദ്രാസിനും അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സ്, നിയമം ഉണ്ടാക്കാനുള്ള പവേഴ്സൊക്കെ ഡിപ്രൈവ് ആയി. ഓക്കെ, എന്നിട്ട് ഈ പവറൊക്കെ ആർക്കാണ്? ഇപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ് ആ ഒരു എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് പവർ, നിയമം ഉണ്ടാക്കാനുള്ളൊരു എക്സ്ക്ലൂസീവ് പവർ വരുന്നത്. ഓക്കെ, എന്നിട്ട് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആക്ടിന് മുന്നേ വന്നിരുന്ന ആക്റ്റുകളുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ലോസിനെ റെഗുലേഷൻസ് എന്നായിരുന്നു പറയുന്നത്. പക്ഷേ ഈ ആക്ട് മുതൽ ഉണ്ടാക്കുന്ന നിയമങ്ങളെ നമ്മൾ ആക്ട് എന്നാ പറയുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ഏതൊക്കെ ലോസാണ് ഉണ്ടാക്കുന്നത് ആ ലോകളെല്ലാം നമ്മൾ ആക്റ്റുകളെന്നായിരിക്കും പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ട്രേഡിംഗ് കമ്പനി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ ബോഡിയായിരുന്നു. ആ ഒരു ആക്ടിവിറ്റി അവിടെ എൻഡായി. എന്നിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഒരു പ്യുവറായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാക്കി മാറ്റുന്നുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം. ഓക്കെ, പിന്നെ കമ്പനിയുടെ ടെറിട്ടറീസ് എന്താണ്? മജസ്റ്റി, അവിടുത്തെ രാജാവിൻ്റെ കീഴിലാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ആക്ട് ഉണ്ടല്ലോ 1833 ഇവിടെ ഒരു അറ്റംപ്റ്റ് നടത്തിയായിരുന്നേ, നമ്മുടെ സിവിൽ സർവൻസിനെ സെലക്ട് ചെയ്യാനുള്ള എക്സാം ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ വഴി നടത്തണം എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഇന്ത്യൻസിനും അതിന് ഒരു അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം എന്ന രീതിക്ക് ആക്കാനൊരു ശ്രമം നടന്നു. പക്ഷെ അത് ഇതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല.
ഓക്കെ, ബിക്കോസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അതിനെതിരായിരുന്നു. സോ ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവൻസ് ഈ ചാർട്ടർ ആക്ട് പ്രകാരം വന്നില്ല. അത് അടുത്ത ചാർട്ടർ ആക്റ്റിൽ വരുന്നുണ്ട്. ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. ഓക്കെ, ഇത് നമ്മൾ ഈ ചാർട്ടർ എന്ന് പറഞ്ഞ ആ ഒരു ആക്ടിൻ്റെ സീരീസിൽ ഏറ്റവും ലാസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇതാണ് ആദ്യമായിട്ട് നമ്മുടെ ലെജിസ്ലേറ്റീവും അതേപോലെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും ഉണ്ടല്ലോ, ഗവർണർ ജനറലിൻ്റെ കൗൺസിലിൻ്റെ, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആക്ട് പ്രകാരം. എന്നിട്ട് ഒരു 6 പുതിയ മെമ്പേഴ്സിനെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഗവർണർ ജനറൽസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചു. ഇതിനാണ് നമ്മളൊരു മിനി പാർലമെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, അതിലായിരിക്കാം നമ്മുടെ ഗവർണർ ജനറലും പിന്നെ ഒരു 6 മെമ്പേഴ്സും. ഓക്കെ, ഇനി അതേപോലെ ഇത് ഏകദേശം ബ്രിട്ടീഷ് പാർലമെൻ്റ് ഒരു ഫോമിലായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ലെജിസ്ലേഷൻ ലോ ഉണ്ടാക്കുന്നത് ഒരു പുതിയ തരത്തിലുള്ളൊരു ഫങ്ഷൻ, ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ളൊരു ഫങ്ഷനായിട്ട് വരുന്നത് ഈ ഒരു മിനി പാർലമെൻറ്റ് രൂപീകരിച്ചതിന് ശേഷമാണ്. ഓക്കെ, പിന്നെ അതേപോലെ നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു ഓപ്പൺ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ സിവിൽ സർവൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അത് ഈ ആക്റ്റിലൂടെ വരുന്നുണ്ട്. അങ്ങനെ കോവിനേറ്റഡ് സിവിൽ സർവീസസ് വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിവിൽ സർവീസസ് ഉണ്ടല്ലോ, അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോവിനൻറ്റഡും ഒന്ന് അൺകോവിനൻറ്റഡും. ഈ കോവിനൻറ്റഡ് എന്ന് പറയുമ്പോൾ അത് ഹയർ സർവീസാണ്, അൺകോവിനൻറ്റഡ് ലോവറും. പിന്നെ അപ്പോൾ നമ്മുടെ ഈ കോവിനൻറ്റഡ് എന്ന് പറഞ്ഞത് നമ്മുടെ കമ്പനിയുടെ ഒരു നിയമപ്രകാരം ഉണ്ടാക്കുന്ന ഒരു സർവീസാണ്. ഓക്കെ, അങ്ങനെ ഈ ഹയർ സർവീസിലേക്ക് ഇന്ത്യക്കാർക്കും നിയമനം കിട്ടും എന്നുള്ളതും ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു കമ്മിറ്റി വരുന്നുണ്ട്, മാക്കുലേസ് കമ്മിറ്റി. ഓക്കെ, ഈ കമ്മിറ്റിയെ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. ആ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1854 ഓക്കെ, പിന്നെ ഇതിൽ നമ്മുടെ കമ്പനിയുടെ റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ പീരീഡ് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ പീരീഡ് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഇവരുടെ ആ ഒരു റൂള് നിൽക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ നേരത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചല്ലോ, അതിലേക്ക് ആദ്യമായിട്ട് ലോക്കൽ റെപ്രസെൻറ്റേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ 6 പുതിയ മെമ്പേഴ്സ് വരുമ്പോൾ അതിൽ 4 മെമ്പേഴ്സിനെ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സ് എവിടത്തേക്കാണ്, മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര, അവിടുന്ന് വേണം അപ്പോയിൻ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ഇത്രയാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാർട്ടർ ആക്റ്റുകൾ കഴിയുന്നു. ഇത് കഴിഞ്ഞ് എന്താ പറ്റുന്നത്, നമ്മുടെ സിപ്പോയി മ്യൂട്ടിനി വരുന്നുണ്ട്. അതിന് ശേഷമാണ് പുതിയ ആക്റ്റുകൾ വരുന്നത്. ഓക്കെ.